ഗൈസ് നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്, അതെന്താണെന്ന് വീഡിയോയുടെ അവസാനം പറയാം. എഫ് സീരീസിന് ശേഷം സാംസങ് വീണ്ടും മില്ലിനിയൽസിനെയും ജെൻസിനെയും വീഴ്ത്താൻ അടുത്ത ഒരു ഫോണുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് സാംസങ് ഗാലക്സി A17 5G. ബേസിക്കലി സാംസങ് പറയുന്നത് ഈ 20,000 രൂപയ്ക്ക് താഴെയുള്ള ഫോണിൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ AI ഫീച്ചേഴ്സ് ഉണ്ടെന്നാണ്. സോ എന്തൊക്കെയാണ് ആ AI ഫീച്ചേഴ്സ് ആൻഡ് ശരിക്കും ഈ ഫോൺ മില്ലിനിയൽസിനെയും ജെൻസിക്കാരെയും വീഴ്ത്തുമോ ഇല്ലയോ എന്ന് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ബോക്സ് ഇത്തവണ മാറ്റിയിട്ടുണ്ട്. ഗാലക്സി A17 5G എന്ന് വലിയ അക്ഷരത്തിലും സൈഡിൽ ഫോണിന്റെ ഒരു ചെറിയ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഫോട്ടോ കാണുന്ന പോലെ അല്ലാട്ടോ ഫോൺ, ഇത് ശരിക്കും നേരിട്ട് കാണുമ്പോണ്ടല്ലോ. യെസ്, ഈ ഫോണിന്റെ കളർ ബ്ലൂ ആണെങ്കിലും ഇത് കയ്യിലെടുത്ത് നോക്കുന്ന സമയത്ത് ഓരോ ആംഗിളിലും വ്യത്യസ്തമായിട്ടുള്ളൊരു ഷിമ്മർ ഉണ്ട്. സോ ഡയറക്റ്റ് ഇത് വേദി കൊണ്ടുപോകുന്ന സമയത്ത് ഇത് ബ്ലൂ കളർ ആണെങ്കിലും ആ ഒരു ചെറിയ ഷിമ്മർ എഫക്റ്റ് ഉള്ളതുകൊണ്ട് ഒരു മെറ്റാലിക് ഫിനിഷ് പോലെ നമ്മൾക്ക് തോന്നും. ആൻഡ് ആ ഒരു ക്യാമറ ഐലൻഡ് ഒക്കെ ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്നത് പോലെ ഒരു പ്രത്യേകതരം ലുക്കാണ് ഇത് തരുന്നത്. എസ്പെഷ്യലി ഔട്ട്ഡോർസിൽ ഇതിങ്ങനെ കാണുന്ന സമയത്ത് തന്നെ ആൾക്കാർ ശ്രദ്ധിക്കും. ഈ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ഇത് ആക്ച്വലി ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ എന്ന് പറയും. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഷിമ്മറിംഗ് എഫക്റ്റ് വരുന്നത്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് സാംസങ്ങിന്റെ ലോഗോയും ഇവിടെ ഫ്ലാഷും ആൻഡ് ക്യാമറ മൊഡ്യൂളിന് ചുറ്റും നിങ്ങൾക്കൊരു ബ്ലൂ ആക്സെന്റും കാണാൻ പറ്റും. ആൻഡ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ മേടിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ സ്ലിമ്മസ്റ്റ് ഫോൺ ആയിരിക്കും ഇത്. കാരണം സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ജസ്റ്റ് 7.5 മില്ലിമീറ്റർ മാത്രമാണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. ആൻഡ് മാറ്റ് ഫിനിഷ് ഉള്ള ഒരു ഫ്രെയിം ആണ് നിങ്ങൾക്ക് ചുറ്റും കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ നിങ്ങളുടെ പവർ ബട്ടണും വോളിയം ബട്ടണും ഉള്ള സ്ഥലത്ത് കണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ എംബോസ്ഡ് ആയിട്ടുണ്ട്. ഇതിനെ അവർ കീ ഐലൻഡ് 2.0 എന്നൊക്കെയാണ് വിളിക്കുന്നത്. ബേസിക്കലി ഈ ഫോണിന്റെ ഫ്രണ്ട് ബാക്കും ഫ്ലാറ്റ് ആയതുകൊണ്ട് ഫോൺ ഇങ്ങനെ പെട്ടെന്ന് കയ്യിലെടുക്കുമ്പോൾ ഏത് സൈഡിലാണ് നമുക്ക് കീസ് ഉള്ളതെന്ന് അറിയാനും കുറച്ചുകൂടി കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരു എർഗണോമിക്കൽ ഫീൽ കിട്ടാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ വോളിയം റോക്കേഴ്സ് ഇവിടെ ഉണ്ട്. അതിന്റെ താഴെയുള്ള ഒരു പവർ ബട്ടൺ ഇത് തന്നെയാണ് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. മുകളിലായിട്ട് നിങ്ങൾക്ക് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോൺ കാണാം. താഴെയും നിങ്ങൾക്ക് മൈക്രോഫോൺ കാണാം. സ്പീക്കേഴ്സ് ഉണ്ട്, ടൈപ്പ് സി പോർട്ട് ഉണ്ട്. ആൻഡ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നിങ്ങൾക്ക് സിം ട്രേ വരുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് 2 നാനോ സിമ്മും ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് ഏകദേശം 2 TB വരെയുള്ള SD കാർഡ് ഇട്ട് എക്സ്പാൻഡ് ചെയ്യാനും പറ്റും. സോ ഓവറോൾ ഈ ഒരു ഫോൺ ഡിസൈൻ വൈസ് കാണാൻ എന്തായാലും നല്ല രസമുണ്ട്. പക്ഷേ ഡിസൈനിനെക്കാളും ഈ ഫോണിൽ എന്നെ കൂടുതൽ ഇംപ്രസ് ചെയ്ത കാര്യമാണ് ഇതിന്റെ ക്യാമറാസ്. പക്ഷേ അതിനു മുന്നേ ഒരു സൂത്രം ഞാൻ കാണിച്ചു തരാം. ഹേയ്, ക്യാൻ യു റിമൈൻഡ് മീ ടു ഗെറ്റ് സം എഗ്സ് ആൻഡ് മിൽക്ക് ടുഡേ അറൌണ്ട് 5 PM and also show me which place nearby has that and text Sharat Jio about my plan. Sure. Message to Sarat Jio saying, I'm going to get eggs and milk around 5 PM today. I found a few grocery stores nearby. ഈ കാണുന്ന പരിപാടി ഞാൻ ആദ്യമായിട്ട് ഇവരുടെ S25 സീരീസിലാണ് കാണുന്നത്. ഈ ഒരു ക്രോസ് ആപ്പ് ഇന്റഗ്രേഷൻ. ബേസിക്കലി സാംസങ്ങിൻ്റെതായിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസ് ഇതിനകത്തുണ്ടല്ലോ. സാംസങ് നോട്ട്സ്, റിമൈൻഡേഴ്സ്, കാലണ്ടർ എന്നിങ്ങനെയൊക്കെ. അതും ഗൂഗിൾ ജെമിനിയുമായിട്ട് ഇതിനകത്ത് ഡയറക്റ്റ്ലി ഇന്റഗ്രേഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഒറ്റയടിക്ക് ജെമിനിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഓരോ ആപ്ലിക്കേഷൻ്റെ അകത്ത് പോയി ഇപ്പോൾ യൂട്യൂബിൽ പോയിട്ടൊരു കാര്യം സെർച്ച് ചെയ്ത് ആ ഒരു സെർച്ച് ചെയ്തതിൻ്റെ സമ്മറി എടുത്ത് നോട്ട്സിലേക്ക് കൊണ്ടുപോവുക. ഗൂഗിൾ മാപ്പിൽ നിങ്ങളൊരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഗൂഗിൾ മാപ്പിൽ നിന്ന് ആ സ്ഥലം എടുത്ത് അത് എന്താണെന്നിട്ട് റിമൈൻഡറിൽ ആഡ് ചെയ്ത് അല്ലെങ്കിൽ അത് വെച്ചിട്ട് മെസ്സേജ് അയക്കുക. ഇത്തരത്തിൽ ക്രോസ് ആപ്പ് ഫംഗ്ഷനാലിറ്റി ചെയ്യാൻ പറ്റുന്ന AI ഇതിനകത്തുണ്ട്. ഗൂഗിൾ ജെമിനിനെ ഓൺ ആക്കാൻ ജസ്റ്റ് പവർ ബട്ടൺ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. കൂടെ നിങ്ങൾക്ക് ജെമിനി ലൈവിൻ്റെ ഫീച്ചറും കൂടി കിട്ടുന്നുണ്ട്. ഡയറക്റ്റ് ക്യാമറ ഓപ്പൺ ചെയ്ത് ജെമിനിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാനായി. പ്ലസ് എന്തൊക്കെ AI ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ഡേ ടു ഡേ ബേസിസിൽ യൂസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ സർക്കിൾ ടു സെർച്ച്. സർക്കിൾ ടു സെർച്ച് മെല്ലെ മെല്ലെ പല ഫോണുകളിലും വന്ന് തുടങ്ങിയെങ്കിലും ആദ്യമായിട്ട് കൊണ്ടുവന്നത് സാംസങ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള സർക്കിൾ ടു സെർച്ചിൽ കുറച്ച് എക്സ്ട്രാ പരിപാടികളുണ്ട്. ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് താഴെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുന്നു, ചുറ്റും നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അത് എന്താണെന്ന് സെർച്ച് ചെയ്ത് കാണിക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് തന്നെ ഇതിന്റെ ഒരു AI സമ്മറി അവിടെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങളൊരു ഷോർട്സ് അല്ലെങ്കിൽ റീൽസ് ഒക്കെ കാണുന്ന സമയത്ത് ജസ്റ്റ് താഴെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മ്യൂസിക്കിന്റെ ഐക്കൺ കണ്ടോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ കേൾക്കുന്ന പാട്ട് ഏതാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈവൻ ഏതൊരു സ്ക്രീനിൽ ഏതൊരു ഫോട്ടോയിൽ എന്തിലും ആയിക്കോട്ടെ ഏത് ലാംഗ്വേജിൽ നിന്നും ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് ആ ഒരു ട്രാൻസ്ലേറ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് സ്കൂളിലോ കോളേജിലോ ഹോംവർക്ക് തന്നിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നറിയില്ല എങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് സർക്കിൾ ടു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലം വരെ ഇപ്പോൾ സർക്കിൾ ടു സെർച്ച് സോൾവ് ചെയ്യും. ഇനി നിങ്ങൾക്കൊരു വിസിറ്റിംഗ് കാർഡ് കിട്ടി അല്ലെങ്കിൽ നിങ്ങളൊരു ഷോപ്പിൻ്റെ നമ്പർ ഇങ്ങനെ നോക്കി കുത്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്യാമറ ഓപ്പൺ ആക്കിയിട്ട് ഈ സർക്കിൾ സെർച്ച് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ആ നമ്പർ ഡയറക്റ്റ് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും. എന്ന് മാത്രമല്ല ഇപ്പോൾ നോട്ടീസിലൊക്കെ ചില അഡ്രസ്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അത് ഗൂഗിൾ മാപ്പിൽ ഓപ്പൺ ചെയ്യാനും ജസ്റ്റ് സർക്കിൾ സെർച്ച് എടുത്തിട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റലിജൻ്റ്ലി അത് മാപ്പിലാണ് ഓപ്പൺ ആക്കേണ്ടത് എന്ന് കാണിക്കും.
വേണമെങ്കിലും ടാപ്പ് ചെയ്ത് ഡയറക്റ്റ് ഗൂഗിൾ മാപ്പിൽ ഓപ്പൺ ആക്കാൻ പറ്റും. ഈവൻ ചില ഇമേജ് കാണുന്ന URL ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ ലിങ്ക് ജസ്റ്റ് ഇങ്ങനെ ടെക്സ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടാവും, അതും ഡയറക്റ്റ് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് URLസും സെർച്ച് ചെയ്യാം. അതായത് ഇന്റേണൽ UI ലെവൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിൽ ഈ ഒരു ഗൂഗിൾ ജെമിനിയും സർക്കിൾ ടു സെർച്ച് ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒട്ടനവധി പരിപാടികൾ നിങ്ങൾക്ക് ഇത് വെച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് അറിയായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് കമന്റിലൂടെ അറിയിക്കുക. ശരി, ഫീച്ചേഴ്സിന് ശേഷം സീരീസ് ഫോണുകളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നല്ല ക്യാമറയുള്ള ഫോണുകളായിരിക്കും. അതായത് ക്യാമറ ഔട്ട്പുട്ട്സ് സീരീസ് ആണോ നല്ലതായിരിക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. ഇതിന്റെ പ്രൈമറി ക്യാമറ ജസ്റ്റ് ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ ടക ശബ്ദം കേൾക്കും. അതെന്താണെന്നറിയോ? ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. എന്തായാലും ഇതിനകത്ത് OIS ഉള്ള പ്രൈമറി ക്യാമറ ആയതുകൊണ്ട് ഇതിന് എടുക്കുന്ന ഫോട്ടോസ് ആസ് യൂഷ്വൽ പഞ്ചിയാണ്, ബ്രൈറ്റ് ആണ്, വിവിഡ് ആണ്. ആൻഡ് HDR മാനേജ്മെന്റ് നെക്സ്റ്റ് ലെവൽ. ഒരു കുഴപ്പമില്ല, നല്ല ക്രിസ്പാണ്, ഷാർപ്പാണ്. ഡയറക്റ്റ് സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസ് ആണ് കിട്ടുന്നത്. പ്ലസ് കൂടുതൽ ലൈറ്റ് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ നമ്മൾ ഫോൺ അധികം കുലുക്കാതെ പിടിക്കണം. എന്തായാലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് ആ കുലുക്കാതിരിക്കുന്ന പരിപാടി ഇത് നോക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി ബ്രൈറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടും. ഇത് എസ്പെഷ്യലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ലോ ലൈറ്റിൽ അല്ലെങ്കിൽ നൈറ്റിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. ഈവൻ പോർട്രേറ്റ് ഫോട്ടോസ് ഞാൻ എടുത്ത് നോക്കി. പോർട്രേറ്റ് ഫോട്ടോസിലാണെങ്കിലും എഡ്ജ് ഡിറ്റക്ഷൻ ഒന്നും കുഴപ്പമില്ല, ഒരു സീംലെസ് ആയിട്ടുള്ള ബ്ലറും കിട്ടുന്നുണ്ട്. പിന്നെ കുറേ അധികം ഷൂട്ടിംഗ് മോഡുകൾ ഇതിനകത്തുണ്ട്. പ്രോ മോഡ്, സ്ലോമോ കൂടാതെ നിങ്ങൾക്ക് ഫൺ മോഡും ഉണ്ട്. ഇതിനകത്ത് കുറച്ച് സ്നാപ്ചാറ്റ് ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ബൈ ഡിഫോൾട്ട് ഉണ്ട്. അതൊക്കെ വെച്ച് നിങ്ങൾക്ക് ഫൺ രീതിയിൽ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. ശരി, ഇനി വീഡിയോ ഡിപ്പാർട്ട്മെന്റിൽ 1080p 30 fps വീഡിയോ എടുക്കാൻ പറ്റുന്നത്. ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കമ്പാരിസൺ കാണിച്ചു തരാൻ. ഞാൻ ഇതിനെടുത്ത പല സബ്ജക്റ്റുകളുടെ വീഡിയോസ് സ്മൂത്ത് ആണ്, നല്ല രസമുണ്ട്. ഇപ്പം മൾട്ടിപ്പിൾ കട്ട്സ് എടുക്കുവാണെങ്കിൽ ഈവൻ സ്കിൻ ടോൺസ് പോലും ഹ്യൂമൻ സബ്ജക്ട്സിൻ്റെ ഒക്കെ നല്ല പോലെ മാനേജ് ചെയ്യുന്നുണ്ട്. ഓവറോൾ വീഡിയോ പെർഫോമൻസിലാണെങ്കിലും ഫോട്ടോ പെർഫോമൻസിലാണെങ്കിലും നല്ല ഔട്ട്പുട്ട്സ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇതിന് തൊട്ട് താഴെ അൾട്രാ വൈഡ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ഔട്ട്പുട്ട്സ് ഒന്ന് കാണിച്ചു തരാം. ആക്ച്വലി ഇതൊരു 5 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറയാണ്. ബട്ട് ഔട്ട്പുട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അങ്ങനെ തോന്നില്ല. നല്ല ബ്രൈറ്റ് ആൻഡ് പഞ്ചിയാണ്. പ്രൈമറി ക്യാമറയുമായിട്ട് ഒത്തുപിടിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഔട്ട്പുട്ട്സ് തന്നെയാണ് എസ്പെഷ്യലി പ്രോസസ്സിങ്ങിന് ശേഷം ഇത് കൊണ്ടുവരുന്നത്. പിന്നെ കൂടെ ഒരു 2 മെഗാ പിക്സലിന്റെ മാക്രോ ക്യാമറ ഉണ്ട്. ഇത്തരത്തിൽ മാക്രോ ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇനി മുന്നിലുള്ള സെൽഫി ക്യാമറ 13 മെഗാ പിക്സലിന്റെ ആണെങ്കിലും ഇതിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോ ഔട്ട്പുട്ട്സ് കാണിച്ചു തരാം. ബാക്ക് ക്യാമറ പോലെ തന്നെ നല്ല പഞ്ചിയാണ്, ഷാർപ്പാണ്, വിവിഡ് ആണ്. HDR മാനേജ്മെന്റ്, ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്കൈയും കാണാം, ഫേസും കാണാനായിട്ട് പറ്റും. ഓവറോൾ ആ ഒരു സാംസങ് ഫീൽ തന്നെയാണ് വരുന്നത്. ഈവൻ പോർട്രേറ്റ്, നമ്മൾ സെൽഫി പോർട്രേറ്റ്സ് എടുക്കുമ്പോൾ പോലും എഡ്ജ് ഡിറ്റക്ഷൻ നല്ലതാണ്. ഫ്രണ്ട് ക്യാമറയിലും നിങ്ങൾക്ക് 1080p 30 fps സെൽഫി വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഫോണിന്റെ ലുക്സ് ബാക്ക് കാണാൻ ഒരു രക്ഷയില്ലെങ്കിലും മുന്നിലേക്ക് വരുമ്പോൾ അത്ര ഒരു രസമില്ലെങ്കിലും ഒരു 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ആയിട്ടുള്ള ഇൻഫിനിറ്റി യു 90 ഹെർട്സിന്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. വെൽ ഔട്ട്ഡോർസിൽ ഡയറക്റ്റ് സൺലൈറ്റിന്റെ അടിയിൽ പോലും നിങ്ങൾക്ക് വിസിബിലിറ്റിക്ക് പ്രശ്നമൊന്നുമില്ല. 1100 നിറ്റ്സിന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡ് ഉണ്ട്. നല്ല പോലെ വിസിബിൾ ആണ്. എസ്പെഷ്യലി സാംസങ്ങിന്റെ ഡിസ്പ്ലേസ് ആയതുകൊണ്ട് ഔട്ട്ഡോറിൽ ആ ഒരു കളറൊക്കെ ബൂസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് വിസിബിലിറ്റിക്ക് പ്രശ്നമൊന്നുമില്ല. ഇനി മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നോക്കുവാണെങ്കിൽ നല്ല റിച്ച് ആൻഡ് വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് തന്നെയാണ് ഇതിൽ നിന്ന് വരുന്നത്. ആൻഡ് ഔട്ട് ഓഫ് ദ ബോക്സ് ഇത് വരുന്നത് One UI 7 സോ ഓൾറെഡി നമുക്കറിയാം One UI 7 കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ആണ്. ആനിമേഷൻസ് ഒക്കെ നല്ല രസമുണ്ട്. ആൻഡ് കളർഫുൾ ആയിട്ടുള്ള ഐക്കോൺസും ഓവറോൾ കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. ശരി, ഈ സ്ലിം ആയിട്ടുള്ള ഫോണിൻ്റെ അകത്ത് നിങ്ങൾക്ക് 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 25 വാട്ടിൻ്റെ ആണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്. ഓൾസോ ഞാൻ വേറൊരു കാര്യം നോട്ടീസ് ചെയ്ത്, ഇതിൻ്റെ കോളിംഗ് ആപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ഓൺ ഡിവൈസ് വോയിസ് മെയിൽ കിട്ടുന്നുണ്ട്. ഓൺ ഡിവൈസ് വോയിസ് മെയിലിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കാരിയർ ഏതുമായിക്കോട്ടെ ഇതിനകത്ത് തന്നെ വോയിസ് മെയിൽ കിട്ടുന്ന സംവിധാനമുണ്ട്. ഇപ്പോൾ ആരെങ്കിലും നിങ്ങളെ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ അവർക്ക് നിങ്ങൾക്ക് വോയിസ് മെയിൽ അയച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഫോണിനകത്ത് വന്ന് സ്റ്റോർ ചെയ്യും. ഹായ്, ഞാൻ വിളിച്ചിരുന്നു പക്ഷെ എടുക്കാനായിട്ട് പറ്റിയില്ല. സോ ഇതാണ് സാംസങ്ങിലുള്ള ഓൺ ഡിവൈസ് വോയിസ് മെയിലിന്റെ ഫീച്ചറിന്റെ ഡെമോ. നിങ്ങൾക്ക് അത് എന്തിനാണ് വിളിച്ചത് എന്ന് കേൾക്കാനായിട്ടും പറ്റും. ആ ഒരു ഫീച്ചർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പ്ലസ് കാരിയറിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഡിവൈസിനകത്ത് തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് കുറച്ചുകൂടി സെക്യൂർ ആണ്. പിന്നെ അതേപോലെ ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് NFC ഉണ്ട്. സാംസങ് വാലറ്റ് ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഇഷ്ടംപോലെ പരിപാടികളുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സ്, ഡെബിറ്റ് കാർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ കാർഡുകളെല്ലാം ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഫോൺ പോയിട്ട് നിങ്ങളിങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി പേയ്മെന്റ് അവിടെ ആവും. ഇനി സാംസങ് വാലറ്റിന് വേറൊരു ഗുണം എന്താ വെച്ചാൽ ഈ കാർഡുകൾ സേവ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ UPI ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കാം എന്ന് മാത്രമല്ല ഡിജി ലോക്കറിന് ഇൻ്റഗ്രേഷനും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പാൻ കാർഡ്, ആധാർ കാർഡ്, വോട്ടർ ID ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെക്കണം, ഏത് ഡിജി ലോക്കറിലുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടും. വിച്ച് മീൻസ് നിങ്ങൾക്ക് വേറെ ഒന്നും കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഒറ്റ ആപ്ലിക്കേഷൻ്റെ അകത്ത് നിങ്ങൾക്ക് എല്ലാ പരിപാടികളും ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഡിവൈസ് പവർ ചെയ്യുന്നത് സാംസങ്ങിൻ്റെ സ്വന്തമായിട്ടുള്ള Exynos 1330 ചിപ്സെറ്റ് ആണ്. ആൻഡ് ഇതിൻ്റെ AnTuTu സ്കോർ നോക്കി ഓൾമോസ്റ്റ് ഒരു 5 lakhs അടുത്ത് AnTuTu സ്കോർ ലഭിക്കുന്നുണ്ട്. ഇത് ഒരു 5 nanometer ചിപ്സെറ്റ് ആണ്. സോ ഡേ ടു ഡേ പരിപാടി
പരിപാടികൾക്കും കാഷ്വൽ ഗെയിമിങ്ങിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ആൻഡ് ഹീറ്റിംഗും കാര്യങ്ങളൊന്നും ആവുന്നില്ല. ഡിവൈസ് നിങ്ങൾക്ക് 6GB ആൻഡ് 8GB റാം വേരിയൻസിലും അതേപോലെ 128 and 256GB സ്റ്റോറേജ് വേരിയൻസിലാണ് ലഭിക്കുന്നത്. സ്റ്റോറേജ് സ്കോർ റൺ ചെയ്ത് നോക്കി ഇതാ ഈ ഒരു സ്കോറാണ് എനിക്ക് കിട്ടുന്നത്, വിച്ച് ഈസ് ഡീസെന്റ്. ഇനി ബോക്സിന്റെ ലുക്ക് മാറ്റിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഞാൻ ആദ്യം കാണിച്ച പോലെ ബോക്സിന്റെ വലിപ്പവും ലേശവും ഒന്ന് കൂടിയിട്ടുണ്ട്. ബോക്സിനകത്ത് നിങ്ങൾക്ക് ഫോണും സിം ടൂളും ഡോക്യുമെന്റേഷൻസും കൂടാതെ ഒരു 25 വാട്ടിന്റെ ടൈപ്പ് സി ചാർജറും വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഷോക്കായി പോയി ഇത് കണ്ട സമയത്ത്, കാരണം സാംസങ് വീണ്ടും ചാർജർ കൊടുത്തു തുടങ്ങി. പക്ഷേ ഇത് ഒരു ലിമിറ്റഡ് ടൈം ഓഫർ എന്നാണ് സാംസങ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തേക്ക് ഇതിനകത്ത് 25 വാട്ടിന്റെ ചാർജർ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് മൊത്തത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ. സോ ഓവറോൾ എടുത്ത് വയ്ക്കുവാണെങ്കിൽ യെസ്, ഡിസൈൻ കാണാൻ നല്ല രസമുണ്ട്. പ്ലസ് ക്യാമറാസും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് തന്നെയാണ് തരുന്നത്. പിന്നെ നിങ്ങൾക്കൊരു സ്ലിം ആയിട്ടുള്ള ഫോൺ വേണം, ആൻഡ് ഓൺ ഡിവൈസ് വോയിസ് മെയിലിന്റെ ഫീച്ചർ വേണം, ഔട്ട്ഡോർസിൽ അത്യാവശ്യം വിസിബിലിറ്റി ഉള്ള ഡിസ്പ്ലേ വേണം, പ്ലസ് ഫ്രണ്ടിൽ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ്. സോ താഴെ ഇട്ട് കഴിഞ്ഞാലും വലിയ ഡാമേജും കാര്യങ്ങളൊന്നും വരില്ല. ഇനി ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ കാണുന്ന പോലെ തന്നെ 6 വർഷത്തെ OS അപ്ഡേറ്റ്സും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ഈ ഒരു ഫോൺ പ്രോമിസ് ചെയ്യുന്നുണ്ട്. പ്ലസ് സാംസങ്ങിന്റെയും ഗൂഗിൾ ജെമിനിയുടെയും ആ ഒരു ഇന്റഗ്രേഷനും ക്രോസ് ആപ്പ് ഫംഗ്ഷനാലിറ്റിയും അതേപോലെ സർക്കിൾ സെർച്ചിനകത്തുള്ള ആ പുതിയ പരിപാടികളൊക്കെ ഈ ഫോണിൻ്റെ അകത്ത് ലഭിക്കുന്നുണ്ട്. സോ ഇതിന്റെ എക്സാക്ട് പ്രൈസിങ്ങും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ ഇതാണ് സാംസങ് ഗാലക്സി A17 5G. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കുക. അപ്പോൾ അത്രയുള്ളൊരു വീഡിയോ, അടുത്ത വീഡിയോ കാണാം. ബൈ.